ഇതെൻ്റെ പഴയ ലാപ്ടോപ്പിൽ യൂസ് ചെയ്തിരുന്ന ഹാർഡ് ഡിസ്ക്കാണ്. അന്നത്തെ എൻ്റെ ഡെസ്ക്ടോപ്പിലൊരു ഫയൽ ഇപ്പോൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ എങ്ങനെ എടുക്കുമെന്ന് കാണിച്ചു തരാം. നമ്മളുടെ വിൻഡോസിൻ്റെ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നതിൻ്റെ ലൊക്കേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ. ഡെസ്ക്ടോപ്പിലെ ഫയൽസ് മാത്രമല്ല, ഹാർഡ് ഡിസ്ക് വർക്കിംഗ് ആണെങ്കിൽ എല്ലാ ഫയൽസും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ലാപ്ടോപ്പിലായാലും ഡെസ്ക്ടോപ്പിലായാലും എളുപ്പത്തിൽ ഈ ഒരു ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെയൊരു എക്സ്റ്റേണൽ എൻക്ലോഷർ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇത് C2C മാത്രമല്ല, C2 USB സപ്പോർട്ട് ചെയ്യുന്ന ഒരു എൻക്ലോഷറാണ്. ഇതിൻ്റെ ഒരു എൻഡ് നമുക്ക് ഇതേപോലെ ഡിറ്റാച്ച് ചെയ്തിട്ട് C2C ആക്കാൻ പറ്റും. ഇതിൽ ഈ LED ഒക്കെ വരുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയിട്ട് വരും. ഇതേപോലെ തന്നെ തിരിച്ചിങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവുകയും ചെയ്യും. ഹാർഡ് ഡിസ്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചരിച്ച് പിടിക്കുക, ബോർഡ് താഴേക്ക് വരുന്ന രീതിയിൽ പിടിക്കുക, എന്നിട്ട് പതുക്കെ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ടോപ്പ് കവർ സ്ലൈഡ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഹാർഡ് ഡിസ്ക് ലോഡായിട്ടുണ്ട്. അതിൻ്റെ ഡ്രൈവ്സാണ് ഈ ഡിറ്റക്റ്റ് ആയിട്ടിരിക്കുന്നത്. ഇതിൽ ഒരുപാട് പാർട്ടീഷൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു ഡ്രൈവ് മാത്രം ലോഡായിട്ട് വന്നിട്ടില്ല. ഈ ഹാർഡ് ഡിസ്കിന് കുറച്ച് കംപ്ലൈൻ്റ് ഉണ്ട്. പഴയ ഹാർഡ് ഡിസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രൈവിൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ അത് ലോഡായിട്ടില്ല. ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ നിന്ന് ഒരു ഡാറ്റ എടുക്കണമെങ്കിൽ നമ്മൾ OS ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഡ്രൈവിലാണ് നമ്മൾ കയറേണ്ടത്. OS ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഡ്രൈവ് ഇതിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണം. അപ്പോൾ ഇതിൽ Cയും Dയും ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന ഡ്രൈവാണ്. പിന്നെ ഒരു ഗൂഗിൾ ഡ്രൈവും ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഡ്രൈവുകളെല്ലാം ഇപ്പോൾ ഈ ഒരു ഹാർഡ് ഡിസ്ക് വഴി ആഡായിട്ട് വന്നിട്ടുള്ളതാണ്. അതിൽ സിസ്റ്റം റിസർവ്ഡ് നോക്കേണ്ട കാര്യമില്ല. ഇതിൽ തൊട്ടടുത്ത ഡ്രൈവ് F ഡ്രൈവ് ആണ്. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ പ്രോഗ്രാം ഫയൽസ് ഫോൾഡർ, അതേപോലെ തന്നെ വിൻഡോസ് ഫോൾഡറൊക്കെ കാണുന്നുണ്ട്, യൂസേഴ്സ് ഫോൾഡറൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൽ C ഡ്രൈവ് എന്ന് പറയുന്നത്. അതായത് OS ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഡ്രൈവ് ഇത് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഡെസ്ക്ടോപ്പ് കാണണമെങ്കിൽ നമ്മൾ യൂസേഴ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഓപ്പൺ ചെയ്യണം. അപ്പോൾ യൂസേഴ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ യൂസർ അക്കൗണ്ടിൻ്റെ നെയിം. ഇത് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഒരു യൂസർ ഫോൾഡർ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്, ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്, ഡൗൺലോഡ്സ് എന്ന് പറയുന്നത് ഈ സെയിം ലൊക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ നിന്നാണ് നിങ്ങൾക്ക് ഡാറ്റ എടുക്കേണ്ടതെങ്കിൽ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് നിങ്ങൾ ഏതാണോ ഡാറ്റ വേണ്ടത് അത് കോപ്പി എടുത്താൽ മതി. അപ്പോൾ ഇതേപോലെയുള്ള എൻക്ലോഷർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തേക്കാം. ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. അറിയാത്തവർക്കായിട്ട് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.